الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ള തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും വീട്ടിലും നാട്ടിലുമൊക്കെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് ആ സന്തോഷവും സമാധാനവും ഒക്കെ മാറിമറിഞ്ഞ് സങ്കടങ്ങളും അസ്വസ്ഥതകളും മാനസിക സംഘർഷങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ തന്നെയും കടന്നു വരാറുണ്ട്. അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. ഒരുപക്ഷെ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും രോഗവിവരം നമ്മൾ അറിയുമ്പോൾ പിന്നീട് നമുക്ക് മാനസികമായ സംഘർഷങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകാറുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ആർക്കു വേണ്ടിയാണോ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വിദേശങ്ങളിൽ പോയി ബുദ്ധിമുട്ടി, ആർക്കു വേണ്ടിയാണോ നമ്മൾ സമ്പാദിച്ചു കൊടുത്തത് അവർ തന്നെ നമ്മെ തള്ളിപ്പറയുന്ന, അതല്ലെങ്കിൽ നമ്മെ ആട്ടിപ്പുറത്താക്കുന്ന സ്ഥിതിവിശേഷം, മക്കളും ഭാര്യയുമൊക്കെ നമുക്ക് നേരെ കയർക്കുന്ന, ഒരു വേള കയ്യോങ്ങുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെയും മനസ്സ് വല്ലാതെ ഉലച്ചു കളയുന്ന സംഗതിയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുകിട്ടുന്ന അവസ്ഥ എന്ന് പറയാറുള്ളത് പോലെ
നമ്മൾ ആർക്കു വേണ്ടിയാണോ ജീവിച്ചത്, ആർക്കു വേണ്ടിയാണോ കഷ്ടപ്പെട്ടത്, അവർ പോലും നമ്മുടെ ശത്രുക്കളായി വരുന്ന അവസ്ഥ. അതല്ലെങ്കിൽ നമ്മുടെ കടബാധ്യതകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ ഒക്കെ നമ്മുടെ ഉറക്കം കെടുത്തുന്ന മാനസികമായ സംഘർഷങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഇതുവരെ സമ്പാദിച്ചതെല്ലാം മുതലിറക്കി ഏറെ പ്രതീക്ഷയോടെ നമ്മൾ തുടങ്ങിയ ഒരു ബിസിനസ് സംരംഭം പൊട്ടിപ്പാളീസായി പോകുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും മനസ്സ് തകർന്നു പോകും എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കുന്ന സംഗതിയാണ്. അതോടുകൂടി സങ്കടങ്ങൾ, ദുഃഖങ്ങളൊക്കെയായി കടന്നു വരുമ്പോൾ ഉറക്കം കിട്ടുന്നില്ല, പലരുടെയും പരാതിയാണ്. ഭക്ഷണം വേണ്ട, ഏത് ഭക്ഷണവും വാരി വലിച്ച് തിന്നുകൊണ്ടിരുന്ന ആളുകൾക്ക് പിന്നെ ഭക്ഷണം വേണ്ട, ഒന്നിനോടും താല്പര്യമില്ലാതെ ജീവിതം തന്നെ മടുത്തു പോകുന്ന നിരാശാജനകമായ അവസ്ഥ. അതോടുകൂടി എല്ലാം തകിടം മറിയും. മാനസികമായ സംഘർഷങ്ങൾ കടന്നു വരുമ്പോൾ അത് ശാരീരികമായ ക്ഷീണങ്ങളായി, തളർച്ചയായി, ഒരുപക്ഷെ കുഫറിലേക്ക് പോലും എത്തിപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിത പ്രതിസന്ധികളിൽ സംഭവിക്കുന്ന സംഗതിയാണ്. വീട്, കുടുംബമൊക്കെ ഇന്നലെ വരെയും ഏറെ പ്രിയങ്കരമായിരുന്ന ആളുകൾക്ക് എന്തെല്ലാം ജോലി തിരക്കുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ വെച്ച് രാത്രിയാകുമ്പോഴേക്കും വീട്ടിലേക്ക് ഓടിയെത്തിയിരുന്ന ആളുകൾ, എന്നാൽ ഇപ്പോൾ ആ വീട്ടിൽ അല്പനേരം പോലും ഇരിക്കുന്നത് അസഹ്യമാണ്. പുറത്തിറങ്ങുവാൻ വേണ്ടി വല്ലാതെ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അത്തരം ആളുകൾ പുറത്താണ്, വീട്ടിൽ സൗകര്യങ്ങളില്ലാഞ്ഞിട്ടല്ല. നല്ല ശീതീകരിച്ച റൂമുണ്ട്, മിനുമിനുത്ത ബെഡുകളുണ്ട്, അത്യാവശ്യം കഴിക്കുവാനുള്ള സുഭിക്ഷമായ ഭക്ഷണങ്ങളുണ്ട്. എന്നിട്ടും വീട്ടിലേക്ക് പോകാൻ മനസ്സില്ലാത്ത അവസ്ഥ. അതേപോലെ ഭാര്യയും മക്കളും ഏറെ പ്രിയങ്കരരായിരുന്നു. അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറായ ആളുകൾ, അവരുടെ ആഗ്രഹങ്ങൾ പാലിച്ചു കൊടുക്കുവാൻ വേണ്ടി, സാധിച്ചു കൊടുക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും ആത്മാർത്ഥമായി ഓടുകയും ചെയ്ത ചില ആളുകൾക്ക് ഇപ്പോൾ അവരെ കാണുന്നതും അവരെക്കുറിച്ച് കേൾക്കുന്നത് പോലും അങ്ങേയറ്റം വെറുപ്പും ദേഷ്യവുമാണ് എന്ന് വരുമ്പോൾ ആ മാനസികമായ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന് നമ്മെ വെറുക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ നിരപരാധിത്വം പറഞ്ഞിട്ടും അത് ബോധ്യപ്പെടാത്ത അവസ്ഥ, അപ്പോഴും ഒരാളുടെ മാനസികമായ ആ അസ്വസ്ഥതയും പ്രയാസവും ഒക്കെ നമുക്ക് ആലോചിക്കുവാൻ സാധിക്കും. ഇതൊന്നും സാങ്കല്പികമായ കഥകളായി പറയുന്നതല്ല, നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. പലരുടെയും അവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ പുഞ്ചിരിയോടുകൂടി സലാം പറയുന്നുണ്ട്. പക്ഷേ അവരുടെ നെഞ്ച് തീക്കനൽ പോലെ വിങ്ങി നീറിക്കൊണ്ടിരിക്കുകയാണ്. സങ്കടങ്ങൾ കടിച്ചമർത്തി പുറത്തു പറയുന്നില്ല എന്ന് മാത്രം. അവരുമായി ഒന്ന് സ്വകാര്യതയിൽ ഉള്ളു തുറക്കാനുള്ളൊരു സാഹചര്യമുണ്ടെങ്കിൽ അവർ പലരും പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ദീനുമായി ബന്ധമില്ലാത്ത ആളുകളാണ് ഇത്തരം പ്രതിസന്ധികളിൽ പെടുന്നതെങ്കിൽ സ്വാഭാവികമായും അവർക്കുണ്ടാകുന്ന പരിഹാരങ്ങളായി അവർ ധരിച്ചു വച്ചത് പലപ്പോഴും പരിഹാരങ്ങളല്ല, ഏറ്റവും വലിയ ദുരന്തങ്ങളും നാശങ്ങളുമായിരിക്കും. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി അതിൽ അഭയം തേടുന്ന ആളുകൾ. കാരണം ഒരു സ്വസ്ഥതയില്ല, വീട്ടിൽ ചെന്നിട്ടും ഒരു സമാധാനമില്ല, ജോലി സ്ഥലത്തും ഒരു സ്വസ്ഥതയില്ല. സാമ്പത്തിക പ്രതിസന്ധികളെ കുറിച്ച് ഓർക്കുമ്പോൾ, രോഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാം വല്ലാത്ത പ്രതിസന്ധിയാകുന്നത്. അതുകൊണ്ട് ആ പ്രതിസന്ധികളിൽ നിന്നെല്ലാം ഒന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് പലരും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ കീഴിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പിടുത്തത്തിലേക്ക് പോകുന്നത്. അതല്ലെങ്കിൽ വേറെ ചില ആളുകൾ മനസ്സും അടുത്ത് നിരാശരായ അവസാനം ജീവിതത്തിന്റെ മുന്നിൽ പരാജയം സമ്മതിച്ച് ആത്മഹത്യ ചെയ്യും. വാസ്തവത്തിൽ ഇതൊക്കെ പരിഹാരങ്ങളാണോ? പരിഹാരങ്ങളല്ല എന്ന് മാത്രമല്ല, അത് വേറെയും പല പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നു എന്നതാണ് വാസ്തവം. സത്യത്തിൽ എല്ലാറ്റിനും പരിഹാരമുള്ള ദീനിൽ, ഇസ്ലാമിൽ ഇതിനും പരിഹാരമില്ലേ? എന്താണ് പരിഹാരം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, അഥവാ നമുക്ക് ബോധ്യം വരേണ്ടതുണ്ട്. എങ്കിൽ ഈ പറഞ്ഞ ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. ഇസ്ലാമികമായ അഖീദ ശരിയാണെങ്കിൽ, ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന ആദർശം നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന പരിവരുത്ത യാഥാർത്ഥ്യങ്ങളുടെ മുകളിലൂടെ അത് മിനുത്ത പട്ടുമെത്ത പോലെ കണ്ടുകൊണ്ട് നമുക്ക് അതിജയിച്ച് മുന്നേറുവാൻ സാധിക്കും.
അതിൽ ഒന്നാമതായി നമ്മൾ തിരിച്ചറിയേണ്ടത് ദുനിയാവിനെ മനസ്സിലാക്കുക എന്നതാണ്. ഇന്നഹാ ദാറു ബലാഇൻ വംതിഹാൻ. ഈ ലോകം അല്ലാഹു പടച്ചത് അങ്ങനെയാണ്. ഇവിടെ നമ്മളെ അള്ളാഹു പരീക്ഷിക്കും. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. പ്രവാചകന്മാരടക്കം നിരവധി തവണ ദാരിദ്ര്യവും പട്ടിണിയും രോഗവും കഷ്ടനഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തന്നെ യതീമായിട്ടാണ്. പിന്നെ ഉമ്മ മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയങ്കരരായ പലരും വഫാത്തായി പോയി. ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ പിടിച്ചുലച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളിൽ 6 ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ്. അവരിലുണ്ടായിരുന്ന 6 പേരിൽ 5 പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ തന്നെ മരിച്ചു. അപ്പൊ ഒരു പിതാവിന്റെ സങ്കടവും വിഷമവും എത്രയായിരിക്കും. അതേപോലെ ദീനിന്റെ പേരിൽ നാട് വിട്ട് ഹിജറ പോകേണ്ടി വന്നു. ദാരിദ്ര്യമുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ. മാസങ്ങളോളം അടുപ്പിൽ തീ പുകയാത്ത ദിനരാത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാർ, നമ്മുടെ ഉമ്മമാരാണ് നമ്മളോട് അറിയിച്ചു തരുന്നത്. എന്നിട്ടൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വസ്ഥനായില്ല. അതല്ലെങ്കിൽ ജീവിതം മടുത്തു എന്ന് പറഞ്ഞ് ആത്മഹത്യക്ക് തയ്യാറായില്ല. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ദുനിയാവ് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചാൽ, അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഈ ലോകത്തെ അള്ളാഹ് പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പട്ടിണി നൽകുമായിരുന്നില്ല. ആ പ്രവാചകന്റെ വീട്ടിൽ ദാരിദ്ര്യവും വിഷമവും ഉണ്ടാകുമായിരുന്നില്ല. മറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളായ പ്രവാചകന്റെ എതിരാളികളായ ആളുകൾക്ക് പലവിധ ഭൗതികമായ സൗകര്യങ്ങളും ഉണ്ടായി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ലൗ കാനത്തിദ് ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊളത്തിൻ മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവ് മൊത്തം നിങ്ങൾ വലിയ സ്വപ്നമായി വലിയ ഔന്നിത്യമായി കാണുന്ന ഈ ദുനിയാവിന് അള്ളാഹു ഒരു കൊതുകിന്റെ ചിറകിനോളം വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ധിക്കാരിയായ അവിശ്വാസികളായ ആളുകൾക്ക് ഈ ദുനിയാവിൽ ഒരു ഇറക്ക് വെള്ളം കുടിക്കുവാൻ പോലും അള്ളാഹ് സമ്മതിക്കുമായിരുന്നില്ല എന്ന്. എന്നാൽ അവരെത്രയോ വെള്ളം കുടിക്കുന്നു, അവരെത്രയോ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, സഞ്ചരിക്കുന്നു, അവരുടെ രീതിയിൽ തോന്നിയതുപോലെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇതിന് ഇത്ര വില കൽപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ ദുനിയാവാണ് എല്ലാം എന്ന് കരുതുന്നിടത്താണ് നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ തകരാറ്. ഈ ദുനിയാവ് പരീക്ഷണത്തിന്റെ ലോകമാണ്. അവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാകും, രോഗമുണ്ടാകും, സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകും, പലരുടെയും വെറുപ്പുകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ നാം സഹിക്കുന്ന യാതൊന്നും ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ, തൗഹീദുള്ള ഈമാനുള്ള യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അതൊന്നും ഒരു നഷ്ടമല്ല, അതൊന്നും ഒരു തിന്മയല്ല, മറിച്ച് നന്മയും പരലോകത്ത് സന്തോഷം നൽകുന്നതുമായിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ അത് കാണുവാൻ സാധിക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഹുമൂമു മുകഫിറാത്തുൻ ലിദ്ദുനൂബ്. നമ്മൾ ടെൻഷൻ അടിക്കുന്ന, നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഏതൊരു വേദനയും സങ്കടവും പരലോകത്തെ നമ്മുടെ പാപങ്ങളൊക്കെ മായ്ച്ച് കരിച്ചു കളയുന്ന ഏറ്റവും വലിയ നന്മയാണ് എന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ വലാ ഗം. വ്യത്യസ്തങ്ങളായ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളുടെയും വ്യത്യസ്തങ്ങളായ പദപ്രയോഗങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പറഞ്ഞത്. മാ യുസീബുൽ മുസ്ലിമ, ഒരു വിശ്വാസിയെ ബാധിക്കുന്നില്ല, മിൻ നസബിൻ, ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണം, വലാ വസബിൻ, ഏതെങ്കിലും തരത്തിലുള്ള വേദനയോ രോഗമോ അയാളെ ബാധിക്കുന്നില്ല, വലാ ഹമ്മിൻ, സങ്കടം, ഭാവിയെക്കുറിച്ച്, ഭാവിയിൽ അങ്ങനെ സംഭവിക്കും എന്ന് പേടിച്ചുകൊണ്ട് അയാൾ കഴിച്ചുകൂട്ടുന്ന ആ സങ്കടം, വലാ ഹുസ്ൻ, കഴിഞ്ഞുപോയതിനെ കുറിച്ചുള്ള അയാളുടെ ദുഃഖം. അങ്ങനെ സംഭവിച്ചല്ലോ, അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, അയാൾ എന്നെ അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ കഴിഞ്ഞു പോയതിനെ കുറിച്ചുള്ള ദുഃഖവും, ഭാവിയിൽ വരാനിരിക്കുന്നു, എന്റെ രോഗം ഇന്നതാണ്, അതിലൂടെ ഞാൻ ഇന്നതെല്ലാം സഹിക്കേണ്ടി വരും, എന്റെ സാമ്പത്തികമായ അവസ്ഥ ഇന്നതാണ്, അതുകൊണ്ട് ഇന്നതൊക്കെ ഞാൻ ഇനി നേരിടേണ്ടി വരും, ഇങ്ങനെ ഭാവിയെക്കുറിച്ചും കഴിഞ്ഞു പോയതിനെ കുറിച്ചും ഒക്കെയുള്ള ഭയാശങ്കകളും അസ്വസ്ഥതകളും, വല അദൻ, ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ, ശല്യങ്ങൾ,
വലാ ഗമ്മിൻ, അതേപോലെ തന്നെ മനോവ്യതകൾ. മനസ്സിന് വല്ലപ്പോൾ ഒരു കാരണവും ഉണ്ടാവില്ല, ചിലപ്പോ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു സങ്കടവും വിഷമവും, ഒരു മൂഡോ, ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ. ഹത്ത ശൗകതി യുശാഖുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കൂടി പറഞ്ഞു, നടന്നു പോകുമ്പോൾ കാലിൽ തടക്കുന്ന ഒരു മുള്ളു പോലും നമുക്ക് വേദനയുണ്ടാക്കും, അസ്വസ്ഥതയുണ്ടാക്കും. അതുപോലും ഒരു വിശ്വാസിയെ ബാധിക്കുന്നില്ല. ഇല്ലാ കഫറല്ലാഹു ബിഹി മിൻ ഖത്തായാഹു, അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അതുവഴി പുറത്തിട്ടല്ലാതെ. സുബ്ഹാനല്ലാഹ്. ഈമാൻ സ്വീകരിച്ച, റബ്ബിനെ മനസ്സിലാക്കിയ യഥാർത്ഥ വിശ്വാസികൾക്കല്ലാതെ മറ്റാർക്കും അത് കിട്ടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് ഈമാനിന്റെ പ്രത്യേകത. അജബൻ ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം അത്യത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അയാളുടെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് ഖൈറാണ്. ആരോഗ്യമുണ്ടായാലും രോഗമുണ്ടായാലും സാമ്പത്തികമായ ഭദ്രതയും ഐശ്വര്യവുമാണെങ്കിലും ദാരിദ്ര്യവും പ്രയാസവും കടവുമാണെങ്കിലും എല്ലാം അയാൾക്ക് ഖൈറാണ്. അയാൾക്ക് ഷർറ് എന്ന് പറഞ്ഞത് അയാളുടെ ജീവിതത്തിലില്ല. നല്ലത് ബാധിച്ചാൽ അയാൾ അൽഹംദുലില്ലാ, പടച്ചറബിനെ മനസ്സറിഞ്ഞ് സ്തുതിക്കും. ഏതെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ആണ് ഉണ്ടാകുന്നതെങ്കിൽ അയാൾ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യും. എന്നിട്ട് എന്റെ ജീവിതത്തിൽ എന്റെ എന്തെങ്കിലും കുറവുകളോ ന്യൂനതകളോ ഉണ്ടോ എന്ന് പരിശോധിക്കും, റബ്ബിലേക്ക് തിരിച്ചു നടക്കും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അത് വിശ്വാസിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അടിവരയിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സലഫുസ് സാലിഹീങ്ങൾ ഉണർത്തിയത്. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, അഅ്ളമു മാ യജിദുൽ മുഅ്മിൻ ഫീ സ്വഹീഫത്തി ഹസനാതിഹി യൗമൽ ഖിയാമ മാ ഉസീബ ബിഹി മിൻ ഹമ്മിൻ വഹസനിൻ ഫിദ് ദുനിയ. എന്താ പറഞ്ഞത്? അഅ്ളമു മാ യജിദുൽ മുഅ്മിൻ, സത്യവിശ്വാസി നാളെ പരലോകത്ത് ഫീ സ്വഹീഫത്തി ഹസനാതിഹി, തന്റെ നന്മയുടെ ആ ഏടുകളിൽ കാണുന്ന ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ, നന്മകൾ ഏതായിരിക്കും എന്നറിയുമോ? മാ ഉസീബ ബിഹി മിൻ ഹമ്മിൻ വഹസനിൻ ഫിദ് ദുനിയ, ദുനിയാവിൽ അയാളെ ബാധിച്ച സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെയായിരിക്കും. വല്ലാതെ വേദനിച്ച്, വല്ലാതെ കഷ്ടപ്പെട്ട്, ഏറ്റവും പ്രിയപ്പെട്ട് ചിലപ്പോൾ വളർത്തുന്ന ആ വളർത്തുമൃഗം നഷ്ടപ്പെടുമ്പോൾ, ചത്തുപോകുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്ത വേദന ചില ആളുകൾ പങ്കുവെക്കാറുണ്ട്. അങ്ങനെ തുടങ്ങി ഏതെല്ലാം രൂപത്തിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അസ്വസ്ഥതപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ, നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ, ഈമാനുള്ള വിശ്വാസികളാണെങ്കിൽ, പരലോകത്ത് നന്മകളുടെ സ്വഹീഫയിൽ, ഏടുകളിൽ ഏറ്റവും നല്ല കനം തൂങ്ങുന്ന നന്മകളായി അതുണ്ടാകുമെന്ന് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി, പ്രമുഖ താബിഈ പണ്ഡിതൻ, നമ്മെ അറിയിക്കുകയാണ്. ഇതേപോലെ തന്നെ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇതിന് സമാനമായ വാക്കുകൾ പറയുന്നുണ്ട്. അതേപോലെ സഹോദരങ്ങളെ, അങ്ങനെ ഒന്നുണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഏത് വിധേനയുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ ഒരു പരിഹാരം, സൊല്യൂഷൻ റബ്ബിലേക്ക് മടങ്ങുക എന്നതാണ്. കരഞ്ഞ് പശ്ചാത്തപിച്ച്, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആയിൽ പഠിപ്പിച്ചതുപോലെ, ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്, അല്ലാഹുവേ നിന്നിൽ നിന്ന്, നിന്നിലേക്കല്ലാതെ എനിക്ക് ഓടി രക്ഷപ്പെടാൻ വേറെ ഇടങ്ങളൊന്നുമില്ല. നിന്റെ അടുക്കലേക്കല്ലാതെ എന്റെ അഭയസ്ഥാനമായി, രക്ഷാകേന്ദ്രമായി വേറൊരിടവും എനിക്കില്ല. അതുകൊണ്ട് എന്നെ നീ സ്വീകരിക്കണേ, എന്നെ നീ തിരസ്കരിക്കരുതേ എന്ന രീതിയിൽ റബ്ബിലേക്ക് മടങ്ങുവാനും കരഞ്ഞ് പശ്ചാത്തപിച്ച് റബ്ബിന്റെ അടുക്കൽ വീഴുവാനും നമുക്ക് സാധിച്ചാൽ തീർച്ചയായും ആ എല്ലാ പ്രയാസങ്ങളും സന്തോഷം പോലെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കും. എങ്ങനെയൊക്കെയാണ് റബ്ബിലേക്ക് മടങ്ങേണ്ടത്? ഒന്ന് ദിക്ർ ദുആകളിലൂടെ സദാസമയത്തും ശ്രദ്ധിക്കേണ്ട ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീർഘകാലം ഖിദ്മത്ത് ചെയ്ത പ്രവാചകന്റെ ഭൃത്യനായിരുന്നു സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാൻ, കുൻതു അഖ്ദിമു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് എടുത്ത് കൂടെ ഉണ്ടായിരുന്നു. ഫകുൻതു അസ്മഉഹു യുക്സിറു അൻ യഖൂൽ, ആ സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി പറയുന്നത് ഞാൻ കേട്ടിരുന്നു. എന്ത്? ഈ പറയുന്ന വാചകം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മ, അല്ലാഹുവേ ഭാവിയിൽ വരാനിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്ന ആ മനോവ്യത, ആ സങ്കടത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വൽ ഹുസ്ൻ, അതേപോലെ തന്നെ
കഴിഞ്ഞുപോയ നഷ്ടങ്ങളെയും വേദനകളെയും സങ്കടങ്ങളെയും കുറിച്ച് ഓർത്തുകൊണ്ടുള്ള ദുഃഖം, അതിൽ നിന്ന് ഞാൻ പടച്ച റബ്ബേ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ്. വൽ അജ്സ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ശേഷിയില്ലായ്മ, നല്ല ആരോഗ്യമുള്ള എന്തും ചെയ്യാൻ മിടുക്കുള്ള ഞാൻ ചില സന്ദർഭത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ അശക്തനായി എന്റെ ഒരു കാര്യം പോലും ചെയ്യാൻ കഴിയാത്ത മാനസികമായ ശാരീരികമായ ദൗർബല്യത്തിലേക്ക് പോകുന്ന അവസ്ഥ, അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ്. വൽ കസൽ, അതേപോലെ മടി, ചെയ്യാൻ ഒന്നും പ്രശ്നമില്ല, ആരോഗ്യമുണ്ട്, കയ്യും കാലും ഒന്നും ഒടിഞ്ഞിട്ടില്ല, പക്ഷേ ഒന്നിനും ഒരു താല്പര്യമില്ലായ്മ, അലസത. വൽ ബുഖൽ, അതേപോലെ തന്നെ പിശുക്ക്. വൽ ജുബൻ, ഭീരുത്വം. നടുവൊടിക്കുന്ന കടബാധ്യത, അതേപോലെ തന്നെ ശത്രുക്കളുടെ വിജയവും മേൽക്കോയ്മയും, ഇതെല്ലാം ഒരു മനുഷ്യനെ അലട്ടുന്ന, പ്രയാസപ്പെടുത്തുന്ന സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ വല്ലപ്പോഴൊക്കെ ചൊല്ലുന്ന ഒരു ദിക്റായിട്ടില്ല, എപ്പോഴും ചൊല്ലുന്ന ദിക്റായിട്ട് അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന രക്ഷക വചനങ്ങളായി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് റബ്ബിനോട് പറയാൻ സാധിക്കണം. ആ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിലൂടെ, റബ്ബിനോട് നമ്മുടെ സങ്കടങ്ങൾ ഏറ്റു പറയുന്നതിലൂടെയാണ് നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവുക. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുർ റഅദിലെ 28-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ അറിയിച്ചതാണ്, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അല്ലദീന ആമനു, യഥാർത്ഥ ഈമാനുള്ള വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ. വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, റബ്ബിനെ കുറിച്ചുള്ള സ്മരണയിലൂടെ, പടച്ചറബിനെ ഓർക്കുന്നതിലൂടെ, പടച്ചറബിനോട് കാര്യങ്ങൾ പറയുന്നതിലൂടെ അവരുടെ ഹൃദയം ശാന്തി അടയും, സമാധാനം കണ്ടെത്തും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, ഹൃദയങ്ങൾക്ക്, മനസ്സിന് സ്വസ്ഥതയും ശാന്തിയും സമാധാനവും കിട്ടുക റബ്ബിനെ കുറിച്ചുള്ള സ്മരണയിലൂടെയാണ്, പടച്ചറബിനെ ഓർക്കുന്നതിലൂടെയാണ്. ദിക്ർ, ദുആകൾ അധികരിപ്പിക്കണമെന്ന അർത്ഥം. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ, ദക്കറ തആല അലാമത്തൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അടയാളം, ലക്ഷണം അല്ലാഹു ഈ വചനത്തിൽ പറയുകയാണ്. ഫഖാൽ അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, സത്യവിശ്വാസികൾ ആരാണ്, അവരുടെ സ്വഭാവം അല്ലാഹ് പറയുകയാണ്. ഐ യസൂലു ഖലഖുഹ, റബ്ബിനെ കുറിച്ചുള്ള സ്മരണയിലൂടെ, റബ്ബിനുള്ള ദിക്റുകളിലൂടെ നാം അത് അധികരിപ്പിച്ചാൽ ആ മനസ്സിന്റെ അസ്വസ്ഥതയും പ്രയാസവും ഒക്കെ നീങ്ങിപ്പോകും, ഇല്ലാതെയാകും. വൽതിറാബുഹ, ആ മനസ്സിനുണ്ടാകുന്ന സംഘർഷങ്ങൾ, അസ്വസ്ഥതകൾ. വതഹ്ലുറുഹ അഫ്റാഹുഹ വലദ്ദാതുഹ, ആ മനസ്സിലേക്ക് അതിന്റെ സന്തോഷവും ആസ്വാദനവും എല്ലാം കടന്നു വരും. റബ്ബിനെ കുറിച്ച് ഓർക്കാൻ, ദിക്ർ ചൊല്ലാൻ, ഖുർആൻ ഓതാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. അതേപോലെ മറ്റൊന്ന്, റബ്ബിലേക്ക് അടുക്കാനുള്ള മറ്റൊരു മാർഗം നിസ്കരിക്കുക എന്നതാണ്. ഫർള് നിസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തായ നമസ്കാരങ്ങളും, റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും സങ്കടമോ പ്രയാസങ്ങളോ വേദനകളോ വിഷമതകളോ ഉണ്ടായിട്ടില്ല എന്ന് ആരും കരുതേണ്ടതില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, സുന്നത്ത് എന്താണ്? അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ, പ്രവാചകനെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വിഷമിപ്പിച്ചാൽ, സങ്കടപ്പെടുത്തിയാൽ, ഫസിഅ ഇല സ്വലാത്ത്, ആശ്വാസം, അഭയം കണ്ടെത്തുന്നത് നിസ്കാരത്തിലായിരിക്കും. കാരണം ആ നമസ്കാരം പടച്ച റബ്ബുമായിട്ടുള്ള പിടിക്കയറാണ്. ആ റബ്ബുമായി സിലത്തും ബൈനൽ അബ്ദി വ റബ്ബിഹി, ഒരടിമയും തന്റെ റബ്ബുമായിട്ടുള്ള ആ കണക്ഷൻ അതങ്ങ് ശരിയാക്കും നിസ്കാരത്തിൽ. ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, നിങ്ങൾ നിസ്കാരത്തിലൂടെ, ക്ഷമ അവലംബിക്കുന്നതിലൂടെ അള്ളാഹുവിനോട് സഹായം തേടുക. അത് വിശ്വാസികളല്ലാത്ത, ഭക്തിയുള്ള ആളുകളല്ലാത്ത ആളുകൾക്കെല്ലാം അത് വലിയ ഭാരമുള്ള സംഗതിയായിരിക്കും. 2 റക്അത്ത് നിസ്കരിക്കാൻ എന്ന് പറഞ്ഞാൽ അവർക്കത് വല്ലാത്ത മടിയും ഇടങ്ങേറുമുള്ള സംഗതിയായിരിക്കും. ഇത് നമ്മളോട് മൊത്തത്തിൽ പറഞ്ഞതാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകമായി അള്ളാഹ് പറയുന്നത്, വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ ഹിജ്ർ 15-ാം അധ്യായത്തിലെ 97, 98, 99 ആയത്തുകൾ വായിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹ് പറയാൻ, വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂൽ, പ്രവാചകരെ, താങ്കളുടെ എതിരാളികൾ പറഞ്ഞു പരത്തുന്ന ആരോപണങ്ങളും പരിഹാസങ്ങളും കേട്ട്
താങ്കളുടെ മനസ്സ് വിങ്ങുന്നു, പ്രയാസപ്പെടുന്നു എന്നുള്ളത് നാം അറിയുന്നുണ്ട്, പടച്ചറബ് അറിയുന്നുണ്ട്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വകും മിനസ് സാജിദീൻ. അതുകൊണ്ട് നീ നിന്റെ റബ്ബിനെ അങ്ങേയറ്റം വാഴ്ത്തുകയും പുകഴ്ത്തുകയും സ്തുതിക്കുകയും സ്തോത്ര കീർത്തനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുക. തസ്ബീഹും തഹ്മീദും തഹ്ലീലും ഒക്കെയായി. വകും മിനസ് സാജിദീൻ, റബ്ബിനെ സാഷ്ടാംഗം നമിക്കുന്ന, സുജൂദ് ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ പ്രവാചകരെ താങ്കളും ഉണ്ടാകണം. വഅബ്ദ് റബ്ബക്, നീ നിന്റെ റബ്ബിനെ ആരാധിക്കണം. ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പായ ആ മരണം വരുന്നത് വരെയും നീ തളർന്ന് നിരാശനായി മടുത്ത് ഇബാദത്തുകളിൽ മുടക്കം വരുത്തരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം വിശ്വാസികളായ നമ്മളോട് മൊത്തത്തിൽ അള്ളാഹു പറഞ്ഞത്. ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്തിനെയും വിശദീകരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം അള്ളാഹ് പറയാൻ, ഫഅൻത യാ മുഹമ്മദ്, പ്രവാചകരെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വകും മിനസ് സാജിദീൻ, റബ്ബിനെ പ്രകീർത്തിച്ച് അള്ളാഹുവിനെ സ്തുതിച്ച് സ്തോത്ര കീർത്തനങ്ങൾ നടത്തി റബ്ബിനെ സാഷ്ടാംഗം നമിക്കുക എന്ന് പറഞ്ഞില്ലേ. ഐ അക്സിർ മിൻ ദിക്രില്ലാഹി വ തസ്ബീഹിഹി, റബ്ബിനുള്ള ദിക്ർ, ആ റബ്ബിനുള്ള സ്തോത്ര കീർത്തനങ്ങൾ, അവനെ സ്തുതിക്കൽ, ഹംദ്, തസ്ബീഹ് എല്ലാം താങ്കൾ അധികരിപ്പിക്കണം. വസ്സലാത്ത്, നിസ്കാരവും അധികരിപ്പിക്കണം. ഫഇന്ന ദാലിക യുവസ്സിഉ സദ്ർ, അത് നിങ്ങളുടെ ഹൃദയത്തെ വിശാലമാക്കും. വയശ്റഹുഹു, അതേപോലെ തന്നെ ഏത് പ്രതിസന്ധികളെയും ഏത് വിമർശനങ്ങളെയും പ്രയാസങ്ങളെയും ഉൾക്കൊള്ളുവാൻ പാകത്തിലുള്ള വിശാലതയും അതിന് കിട്ടും. വയുഈനുക അലാ ഉമൂരിക്, താങ്കളുടെ എല്ലാ കാര്യത്തിനും അത് സഹായകമായിട്ടുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിലൂടെ നമ്മെ അറിയിക്കുകയാണ്. ഖാല അല്ലാഹു അസ്സ വജൽ, യബ്ന ആദം, ആദമിന്റെ മക്കളെ, മനുഷ്യരെ, ലാ തഅജസ് അൻ അർബഇ റകഅത്തിൻ മിൻ അവ്വലിൻ നഹാർ, ഓരോ ദിവസത്തിന്റെയും തുടക്കത്തിൽ, ഓരോ പകലിന്റെയും ആദ്യത്തിൽ 4 റക്അത്തുകൾ നിങ്ങൾ നിർവഹിക്കാൻ മടി കാണിച്ച് അശക്തരായി പിന്മാറിപ്പോകരുത്. അക്ഫിക ആഖിറഹു, എങ്കിൽ ആ പകലിന്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് സംരക്ഷണമേകും. അദ്ഫഉ അൻക, നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ഞാൻ നീക്കിക്കളയും. വഅരിഹക മിൻ ഹുമൂമിക്, നിങ്ങളുടെ വ്യതകളും വേദനകളും ഞാൻ നീക്കി നിങ്ങൾക്ക് ആശ്വാസം നൽകും. വഉമൂരിക അല്ലതി തുഖ്ലിഖു, നിന്റെ ഹൃദയത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ നിനക്ക് ആശ്വാസമേകും. ഏതാണ് ആ 4 റക്അത്ത്? പണ്ഡിതന്മാർ 2 രീതിയിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ഫജ്ർ സുബ്ഹ് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുകയും ആ നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തും, ഇങ്ങനെ 4 റക്അത്ത് എന്നാണ് പല പണ്ഡിതന്മാരും വിശദീകരിച്ചത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് അത് ഏതായാലും നമ്മൾ നിർവഹിക്കുന്ന കാര്യമല്ല, പ്രത്യേകം ഈ പറഞ്ഞത് 4 റക്അത്ത് ദുഹാ നിങ്ങൾ നമസ്കരിക്കണം എന്നാണ്. ഇത് 4 നമ്മൾ നമസ്കരിക്കേണ്ട സംഗതിയാണ്. സുബഹിന്റെ മുമ്പ് 2 റക്അത്തും ഫർളായ സുന്നത്തും അതേപോലെ തന്നെ 4 റക്അത്ത് ദുഹാ നിസ്കാരവും ഒക്കെ നമ്മൾ നിർവഹിക്കേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ നിസ്കരിച്ചാൽ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കും, അതിൽ നിന്ന് ആശ്വാസം നൽകുമെന്നാണ്. അപ്പോൾ ഫർളും സുന്നത്തുമായ എല്ലാ നന്മകളും അധികരിപ്പിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ നമ്മൾ സജീവമായി അള്ളാഹുവിലേക്ക് അടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കുമൊക്കെ അവിടെ ഒരു പരിസമാപ്തിയും ആശ്വാസവും നമുക്കുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സന്തോഷവും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാനസികമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും നീങ്ങാൻ മറ്റൊരു കാര്യം നന്മകൾ ആവുന്നത്ര അധികരിപ്പിക്കുക എന്നതാണ്.
കാരണം പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് തന്നെ പറഞ്ഞു, മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മങ്ങൾ ആര് ചെയ്യുന്നുവോ വഹുവ മുഅ്മിൻ, വിശ്വാസത്തോടുകൂടി ഈമാനുള്ള വ്യക്തിയായി സൽക്കർമ്മങ്ങൾ ആര് ചെയ്യുന്നുവോ ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, അവർക്ക് വിശിഷ്ടമായ സന്തോഷകരമായ ഒരു ജീവിതം നാം നൽകുക തന്നെ ചെയ്യും. അത് ദുനിയാവിൽ തന്നെ കിട്ടും, പരലോകത്ത് കിട്ടുന്നത് വേറെ പറയുന്നുണ്ട്. വദാലിക ബിതുമഅനീനതി ഖൽബിഹി, അവിടെയും ഷെയ്ഖ് സഅദി പ്രത്യേകം രേഖപ്പെടുത്തിയതാണ്. എങ്ങനെയാണ് ദുനിയാവിൽ സന്തുഷ്ടമായ ജീവിതം എന്ന് പറഞ്ഞാൽ കുറെ വിഭവങ്ങൾ ഉണ്ടാവുക എന്നതല്ല, സൗകര്യങ്ങൾ അധികരിക്കുക എന്നതല്ല, അതിനേക്കാൾ ഉപരി മനസ്സിന്റെ സ്വസ്ഥതയും സമാധാനവും. വസുകൂനു നഫ്സിഹി വഅദമുൽ ഇൽതിഫാതിഹി ലിമാ യുശവ്വിഷു അലൈഹി ഖൽബു, മനസ്സിനെ അസ്വസ്ഥതമാക്കുന്ന അലോസരപ്പെടുത്തുന്ന യാതൊരു വിഷയത്തിലേക്കും തിരിഞ്ഞു നോക്കാതെ, അതുമായി കെട്ടിമറിയാതെ പടച്ച റബ്ബിലേക്ക് ഏൽപ്പിക്കേണ്ടതെല്ലാം ഏൽപ്പിച്ച റബ്ബിൽ തവക്കുലാക്കി മനസമാധാനത്തോടുകൂടി ജീവിക്കുവാൻ അയാൾക്ക് സാധിക്കുമെന്നാണ്. സൽക്കർമ്മങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, റബ്ബ് നിശ്ചയിച്ചതേ വരൂ. റബ്ബ് അറിയാതെ, പടച്ച റബ്ബ് നിശ്ചയിക്കാതെ ഒന്നും ഇവിടെ നടക്കുകയില്ല, ലോകത്ത് എവിടെയും സംഭവിക്കുകയില്ല. ആ റബ്ബ് നമ്മളോട് ഓരോരുത്തരോടും നമ്മുടെ സ്വന്തം പെറ്റ ഉമ്മയേക്കാൾ നമ്മളോട് കാരുണ്യവും കനിവുമുള്ള റഹ്മാനും റഹീമും റഊഫും വദൂദും ഒക്കെയാണ് അള്ളാഹു. അങ്ങേയറ്റം കൃപയുള്ള, കാരുണ്യമുള്ള, കരുണയുള്ള ആ റബ്ബ്. അതുകൊണ്ട് തന്നെ ആ പടച്ച റബ്ബ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം എന്ന് നമ്മൾ തോന്നുന്ന കാര്യം നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ നന്മകൾ നൽകി ആദരിച്ച് ഉന്നതമായ പദവിയിലേക്ക് കൊണ്ടുപോകാനാണ്. അതുകൊണ്ട് അവനോട് പ്രതിഷേധിച്ച് ഞാൻ ഈ പള്ളിയിലേക്കില്ല, ദഅവത്തിനില്ല, ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ഞാൻ ബാറിലേക്കും കൂട്ടുകാരുടെയും ഒക്കെ ഒത്ത് ക്ലബ്ബുകളിലേക്കും ഒക്കെ പോയി അടിച്ചു പൊളിക്കാണ് എന്ന് പറഞ്ഞാൽ അവരങ്ങ് പൊളിഞ്ഞു തീരുമെന്നല്ലാതെ അവരുടെ പ്രയാസങ്ങൾക്കും സങ്കടങ്ങൾക്കും അറുതി വരുത്തുവാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു, ദഅവതു ദന്നൂൻ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ദുആയുണ്ട്. ഇത് ദഅ ഫീ ബത്നിൽ ഹൂത്ത്, സമുദ്രത്തിന്റെ ആഴിക്കടിയിൽ ആ വലിയ ഭീമാകാരമായ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത പടച്ചറബിനോടുള്ള പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, എനിക്ക് അഭയമായി, ആശ്രയമായി, പ്രതീക്ഷയായി, പരിഹാരമായി നീയല്ലാതെ ആരുമില്ല. എന്റെ ഇലാഹ്, എന്റെ അഭയം, എന്റെ ആശ്രയം അല്ലാഹുവേ നീ മാത്രമാണ്. സുബ്ഹാനക്, നീ എത്രയോ പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അന്യായം ചെയ്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി പടച്ചവനെ എന്ന് പറഞ്ഞ് മനസ്താപത്തോടെ, മനസ്സ് വേദനിച്ച് പറഞ്ഞ ആ പ്രാർത്ഥന, ഫഇന്നഹു ലം യദ്ഉ ബിഹാ റജുലുൻ മുസ്ലിം, ഏതൊരു വിശ്വാസിയായ മുസ്ലിമായ ആൾ ആ ദുആ കൊണ്ട് പ്രാർത്ഥിക്കുന്നുവോ, ഫീ ഷൈഇൻ, ഏത് വിഷയത്തിലും, ഖത്തു ഇല്ലസ്തജാബല്ലാഹു ലഹു, അല്ലാഹു അയാൾക്ക് ഉത്തരം ചെയ്യാതിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമ്മളെ അകറ്റുന്ന, വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന ഏത് വിഷയത്തിലും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത ആ ദുആ, ഖുർആൻ എടുത്തു പറഞ്ഞ ആ പ്രാർത്ഥന നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് നമ്മൾ പറഞ്ഞ് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ ആ വിഷയത്തിൽ അള്ളാഹു നമുക്ക് ഉത്തരം ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് അധികരിപ്പിക്കുമ്പോൾ, ഇദൻ യക്ഫീകല്ലാഹു മാ ഹമ്മക മിൻ അംരി ദുനിയാക വആഖിറതിക, നിന്റെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നിന്നെ അലോസരപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും അള്ളാഹ് ഏറ്റെടുത്ത് നിനക്കൊരു സംരക്ഷണം ഒരുക്കും. യക്ഫി ഹമ്മക വയഗ്ഫിറു ദംബക, നിന്റെ അസ്വസ്ഥതകളും പ്രയാസങ്ങളും നീക്കി പാപങ്ങൾ അള്ളാഹ് പുറത്തു തരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്വലാത്ത് അധികരിപ്പിച്ചാൽ നമുക്ക് ആശ്വാസം കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പല ആദർശ സഹോദരങ്ങളും മരണപ്പെട്ട വിവരം അറിയാൻ സാധിച്ചു. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു മഹൽ വ്യക്തിത്വമാണ് കെ ഹംസ മൗലവി, പാലക്കാടിയിലുള്ള അദ്ദേഹം. നമുക്കൊക്കെ പരിചിതനായ കെ സക്കരിയ സ്വലാഹിയുടെ പിതാവാണ്. അതേപോലെ തന്നെ ദീനി ദഅവാ രംഗത്ത് ഏറെ
മുന്നിലുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞുപോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്ത് ഖബറിടം വിശാലമാക്കി നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ് നൽകി ആദരിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ ആളുകളുടെ പാപങ്ങൾ അള്ളാഹു പുറത്ത് മഗ്ഫിറത്ത് നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.